വെൽക്കം ടു അവർ ചാനൽ കസ്തൂരിസ് വേൾഡ്. ഇന്ന് നിങ്ങളെയൊക്കെ കുറച്ച് ആവേശം കൊള്ളിക്കുന്ന പൂവാർ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പൂവാർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ബോട്ടിംഗ് ആണ്. ആവേശം കൊള്ളുന്ന ബോട്ട്. ഈ ആവേശം കൊള്ളണമെങ്കിൽ ഇങ്ങ് വരണം. തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റത്ത് പൂവാർ. ആടുന്ന തെങ്ങുകൾ കണ്ടിട്ടുണ്ട്, സ്വർണ്ണ മണൽപ്പരപ്പ് കണ്ടിട്ടുണ്ട്, തിളങ്ങുന്ന കടൽ കണ്ടിട്ടുണ്ട്, അതും കടും ചുവപ്പ് സൂര്യാസ്തമയങ്ങൾ, അതും മാംഗ്രൂവ് ഫോറസ്റ്റും. ഇതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ആവേശം ഉണ്ടല്ലോ. ഇതെല്ലാം ഇങ്ങനെ അടുത്ത് നിന്ന് കണ്ട് കാണാൻ വഴിയില്ല. ഇങ്ങനെ കുറേ ടച്ചിങ് ഉണ്ട് ഇവിടെ. കായൽ, ബീച്ച്, ഇടിഞ്ഞ കനാല്, അതിലൂടെയുള്ള ബോട്ടിങ്, ചെറിയ മാംഗ്രൂവ് ഫോറസ്റ്റ്, നല്ല ഫുഡ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷണങ്ങൾ. പ്രത്യേകിച്ചും കുട്ടികൾക്ക് കളിച്ച് കുത്തി മറിയാനുള്ള അമ്മ ബാക്ക് വാട്ടർ റെസ്റ്റോറൻറ്റ് പൊളിച്ചടുക്കുക അവരിവിടെ. ഇവിടെ ഈസി ആയിട്ട് എത്തിച്ചേരാവുന്നതാണ്. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ 23 കിലോമീറ്റർ, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 25 കിലോമീറ്റർ. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. വിശപ്പടക്കം പറ്റിയൊരിടവും. ഓക്കെ സാർ, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ബാക്ക് വാട്ടർ, അതായത് ബോട്ടിംഗ് കം സൈഡ് സീയിങ് ആണ്. ഓക്കെ, നമ്മളെ ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ബീച്ചിൽ പോകുന്നുണ്ട്. മീൻസ് അത് കാണുന്ന നദിയാണ്. ആ നദിയുടെ പേര് നെയ്യാർ നദി. ഓക്കെ, ഇത് കുറച്ച് മുമ്പ് ഒരു കനാലുണ്ട്, അതിൻ്റെ പേര് AVM കനാലാണ്. ഇതിൻ്റെ ഉള്ളിൽ ബോട്ട് വന്നിട്ട് 1 by 1 പോകത്തുള്ളൂ, കാരണം സ്മോൾ നാരോ കനാൽസ്. അങ്ങനെ ബോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് ബേർഡ്സിനായിട്ട് ഫോട്ടോസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് കോക്കനട്ട് ഐലൻഡ്, ഒരു തെങ്ങും തൊപ്പുണ്ട്, അതിൻ്റെ അടുത്ത് അതിൻ്റെ ഫോട്ടോസ് എടുക്കാം. അടുത്ത് പോകുന്നത് ബീച്ചിൻ്റെ അടുത്ത്. ബീച്ചിൻ്റെ പോലെ റിസോർട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ 40 കോട്ടേജസ്, വെള്ളത്തിന് മുകളിൽ ഒത്തിരി വീട് കെട്ടിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോസ് എടുക്കാം. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഇത് അവിടെ എന്തെങ്കിലും കഴിക്കാം, ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് മീൻസ് വെജ്, നോൺ വെജ് എല്ലാം ഉണ്ട്, കഴിക്കുക. ചെറിയൊരു പാറയുണ്ട്, അതിൻ്റെ ഷേപ്പ് എലിഫന്റ് റോക്കാണ്, സുഖൻ്റെ ഫോട്ടോ. ചെറിയൊരു ഐലൻഡ് മദർമേ സ്റ്റേഷനൊക്കെ കാണാം. നെക്സ്റ്റ് പോകുന്നത് എസ്റ്റോറി പോയിന്റ്സ്. ഈ എസ്റ്റോറി എന്ന് വെച്ചാൽ ഈ കടലും ആറും ജോയിൻ്റ് ആകുന്നത് നമ്മൾ അഴിമുഖം സംഘം എന്ന് പറയും. ഈ നദി വന്നിട്ട് അറേബ്യൻസിനെ മെർജ് ആവുന്നുണ്ട്. അറേബ്യൻസ് നെയർ മീഡി പാർട്ട് ഓഫ് ബോട്ട്സ്. വീണ്ടും ഒരു കണ്ടൽക്കാട് മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് നമ്മൾ അവസാനം പോകുന്നത് ഗോൾഡൻ സാൻഡ് ബീച്ച്. നമുക്ക് കഴിഞ്ഞ 4 ദിവസം ഈ ബീച്ച് ക്ലോസ് ആയിരുന്നു, കാരണം ഹെവി റെയിനും ഹൈ ടൈഡ്സ് ആയിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം നമുക്ക് പോലീസിന് പെർമിഷൻ കിട്ടി, നമുക്ക് ബീച്ചിൽ ഇറങ്ങാം, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം, എന്നിട്ട് ഫോട്ടോസ് എടുക്കാം, എന്നിട്ട് തിരിച്ചു പോരും. ഓക്കെ, ബീച്ചിൽ വീണ്ടും ഈ ക്യാമൽ ഹോൾസ് അവൈലബിൾ. ഇത് ഓപ്ഷനാണ്, ആർക്കെങ്കിലും പിള്ളേർക്കോ ആർക്കും വേണ്ടി ചെയ്യുക, ദാറ്റ്സ് അപ് ടു യു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോരും. ഇതിന് നമുക്ക് 3 പാക്കേജ് ഉണ്ട്, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ. ഇപ്പോൾ നമുക്ക് 1 മണിക്കൂറെല്ലാം കാണാൻ പറ്റത്തില്ല, ബിക്കോസ് ലാക്ക് ഓഫ് ടൈം. 1.5 മണിക്കൂറാണെങ്കിൽ എല്ലാം കാണാം, കണ്ണു തിരിച്ചു പോരാം. ഓക്കെ, ഒരു ബീച്ചിൽ 10 മിനിറ്റ് കിട്ടും. നമുക്ക് ബീച്ചിൽ കുറേ സമയം കൂടെ വേണമെങ്കിൽ 2 മണിക്കൂർ പോകണം. എനിക്ക് 1.5 മണിക്കൂർ വരാനൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് എബൌട്ട് ദ പ്രോഗ്രാം. അത് ക്ലിയർ? ഞാൻ ഗ്രൂപ്പ് റേറ്റ് തരാം. ഓക്കെ സാർ, നമുക്ക് ഇപ്പോൾ 1 മണിക്കൂറാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് 600 രൂപ, 1.5 മണിക്കൂർ 750 രൂപ, 2 മണിക്കൂർ 900 രൂപ. നമ്മൾ അല്ലെങ്കിൽ 2 പേർക്ക് 3500 രൂപയാണ്. ഇതാ ഗ്രൂപ്പ് റേറ്റ്. ഇത് നമുക്ക് സപ്പോസ് 2 പേർക്ക് വന്നിട്ട് 1.5 രൂപയാണ്. സപ്പോസ് ഒരു കപ്പിളാണെങ്കിൽ 3500 2 പേർക്ക്. നമ്മൾ മലയാളി ആയതുകൊണ്ടും ഗ്രൂപ്പ് റേറ്റ് ഞാൻ തരുന്നുണ്ട്. സേഫ്റ്റി നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടണം, എല്ലാ ബോട്ടത്തുണ്ട്, അത് മാൻഡേറ്ററി ആണ്. അല്ല പോകാൻ പറ്റത്തില്ല, പോലീസ് പിടിക്കും, പിന്നെ ഫൈൻ അടയ്ക്കും. കാരണം ഇത് ആലപ്പുഴ പോലെ വലിയ തടാകമല്ല, നദിയാണ്. അതിൽ 7 പേരൊക്കെ മാക്സിമം പോകത്തുള്ളൂ ഒരു ബോട്ടിൽ. അല്ല സാർ, ഒരാൾക്ക് 750 രൂപ. അല്ല സാറ് 1.5 മണിക്കൂറാണെങ്കിൽ ഫുഡ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ തരും. 10 minutes you will get extra for the fooding purpose. ഇവർ ഈ ആദ്യം പറഞ്ഞ റേറ്റ് കണ്ട് വീണ് പോകും, ബാർഗൈൻ ചെയ്യുമ്പോൾ കുറച്ച് കുറയ്ക്കും. ഇവർ പറഞ്ഞ റേറ്റ് വെച്ച് 750 രൂപ, പറഞ്ഞ് 500-ലെത്തിക്കാൻ പെട്ട പാടെ. ഹലോ ഗൈസ്, നമ്മൾ ഇനി കനാലിൽ കൂടെയുള്ള യാത്രയാണ്. ഇത് AVM കനാൽ അല്ലേ? എത്ര ദൂരമുണ്ട് ഈ AVM കനാലിന്റെ ലെങ്ത്? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള ഒരു ജാലകം. തെക്കൻ കേരളത്തിലെ ആരും ഇതുവരെ കാണാത്ത ഒരു അഴിമുഖമാണ് പൂവാർ. ഇതിൽ ആഴം എങ്ങനെ ഉണ്ട്? ആഴമില്ല, ആഴം കുറവാണോ? ഇവിടെ ആഴം കുറവാണോ? ഇവിടെ ആഴമുണ്ടോ? ഈ ഇടിഞ്ഞ കനാലിൽ കൂടെയുള്ള യാത്ര എന്ത് രസമാണെന്നറിയാം.
ഈ ചെറിയ ബോട്ടിലൂടെ കനാലിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ രണ്ട് സൈഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മരത്തിൻ്റെയൊക്കെ വേര് പൊറ്റ പിടിച്ച് നിൽക്കാൻ കാണാൻ നല്ല രസമുണ്ട്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ സ്ഥലമുണ്ടെന്ന് ഇവിടെ വന്നാലേ മനസ്സിലാകത്തുള്ളൂ. നല്ല വൈബാണ് ഇവിടെ. കായലുകൾ, കടൽ, തടാകം, കടൽ തീരം എന്നിവ മനോഹരമായ കനാലുകളും നദികളും കൂടിച്ചേർന്ന കേരളത്തിലെ ഏക അഴിമുഖം. പുരാതന കാലത്ത് ഈ നദീതടങ്ങളിൽ ധാരാളം പൂക്കളുണ്ട്. പൂവുള്ളത് കൊണ്ടാണ് പൂവാർ എന്നറിയപ്പെട്ടത്. ആ സമയത്ത് പൂവാർ ലോകമെമ്പാടുമുള്ള വ്യാപാരികളെ ആകർഷിക്കുന്ന തിരക്കേറിയ ഒരു തുറമുഖമായിരുന്നു. ഇപ്പോഴത്തെ പൂവാർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൈബുള്ള ഒരു ഫിഷിംഗ് ഹാർബറും കൂടാണ്. ഇവിടെ എത്തുന്നത് കുറച്ച് പ്രകൃതി സ്നേഹികളും ബീച്ച് ആരാധകരും നല്ലവണ്ണം എൻജോയ് ചെയ്യാനും വന്നവരാണ്. ഇവിടെ കണ്ടില്ലേ ബോട്ട് ആടുന്നത് പോലെ പാടി വരുന്നത്. ഇങ്ങനെയുള്ള സ്ഥലം കാണുമ്പോൾ ഉള്ളിൽ നിന്ന് സംഗീതമൊക്കെ പുറത്തു വരുന്നത് കണ്ടില്ലേ. ഇവരൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. എവിടെ നിന്നൊക്കെ വരുന്നവരാന്ന് അറിയത്തില്ല, നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് ഇവരൊക്കെ ഒരു വടക്കൻ ലുക്കുണ്ട്. കണ്ടില്ലേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് രസിക്കുന്നത്. ഇങ്ങനെയൊക്കെ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെ. ഇവിടുത്തെ സൗന്ദര്യം ഒരു നാച്ചുറൽ സൗന്ദര്യം തന്നെ. കണ്ടോ, നദിക്കുള്ളൊരു പാറയാണ്, പാറയുടെ മുകളിലൊരു കുരിശും. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നല്ല ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പരിസ്ഥിതി സൗഹൃദ ഹൗസ് ബോട്ടുകളിൽ നാരോ വിടുത്തുള്ള ഏവിയം കനാലിലും കായലിലും തടാകത്തിലും ബോട്ടിംഗ് നടത്താൻ കഴിയുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് പൂവാർ. പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടമാനം ആസ്വദിക്കാം. അതുപോലെ കടൽ തീരത്ത് കാറ്റത്ത് നിന്നാടുന്ന നല്ല തെങ്ങുംതോപ്പുകളെ കൂടാതെ നെയ്യാർ നദി അറബിക്കടലുമായി മെർജ് ചെയ്യുന്ന സ്ഥലം ഒരു കിടിലം വ്യൂ പോയിന്റും കൂടിയാണ്. പൂവാറിലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് കോട്ടേജുകളാണ്. വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ടിംഗ് കോട്ടേജുകൾ നിർമ്മിക്കാൻ അനുമതിയുള്ള ഇന്ത്യയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണിത്. ഒന്നാമത്തെ കാര്യം, ബോട്ടിൽ മാത്രമേ റിസോർട്ടുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. പൂവാർ ഐലൻഡ് റിസോർട്ട്, ഐസോള ഡി കോക്കോ എന്നീ ഫ്ലോട്ടിംഗ് കോട്ടേജുകളുള്ള റിസോർട്ടുകളിൽ എത്താൻ കുറഞ്ഞത് 30 മിനിറ്റ് ബോട്ട് യാത്ര ചെയ്യണം. നദിയുടെ പേര് നെയ്യാറാണ്. ഇത് അഴിമുഖമാണ്. അഴിമുഖം റിസോർട്ട് ഇത് സരോവർ പോർട്ടിക്കോ 5 സ്റ്റാർ ഹോട്ടലാണ്. മുകളിലെ 4 സ്റ്റാർ ഹോട്ടലാണ് ഐസോള ഡി കോക്കോ. പഞ്ചാബി ഡാബയുണ്ട്. കാണുന്ന പൂവാർ ബീച്ച് ഇതറിയപ്പെടുന്ന ഗോൾഡൻ സാൻഡ് ബീച്ച് എന്നാണ്. കായലും തടാകവും മെർജ് ചെയ്യുന്ന അപൂർവം ബീച്ചുകളിലൊന്നാണ് ഈ പൂവാർ ബീച്ച്. പൂവാർ ബീച്ചിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ ഈ പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിൽ ഒന്നാക്കി മാറ്റുന്നു. കടലിനും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് മനോഹരമായ ഒരു മണൽത്തിട്ടയാണ്. കനത്ത മഴ പെയ്യുമ്പോൾ തടാകങ്ങളും കടലിനും ലയിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നും. ജലനിരപ്പ് ഉയരുമ്പോൾ മണൽത്തിട്ട വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഈ കാണുന്നത് കണ്ടൽക്കാട് കണക്കിന് നിൽക്കുന്ന ഒതളങ്ങയാണ്. ഒതളങ്ങ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂയിസൈഡ് ഫ്രൂട്ടാണ്. നമ്മളിവിടെ സൂയിസൈഡ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ സ്പ്രേയും കീടനാശിനിക്കായി ഉപയോഗിക്കുന്നു. ഈ കാണുന്നത് അമ്മ ബാക്ക് വാട്ടർ റെസ്റ്റോറൻറ്റ്. അടിപൊളി.
ഇവിടുത്തെ ഫുഡ് സൂപ്പറാണ്. ഒറ്റൊരു കുഴപ്പമുള്ളൂ, ഫുഡ് സർവീസ് ചെയ്യാൻ അതുകൊണ്ട് നല്ല വിശപ്പുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞത്. എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പല ഐറ്റം ഉണ്ട് ഇവിടെ. കുട്ടികൾക്കൊക്കെ ചാടിക്കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. വൈകുന്നേരമൊക്കെ ഇവിടെ അടിപൊളിയായിരിക്കും, ലൈറ്റിങ് എല്ലാം. കൂടാരം പോലെ കാണുന്ന ചെറിയ തിയേറ്ററും കൂടിയാണ്. ഈ കാണുന്ന സ്ഥലം ഒന്ന് കാണണം. അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളാണ്. ചുറ്റും കണ്ടോ എത്ര കോട്ടേജുകൾ ഉണ്ടാക്കിയിട്ടേക്കും. ഫാമിലിയായിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇടം. ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.